സർവം കൃഷ്ണാർപ്പണമസ്തു. തൃശ്ശൂർ പൂരം 2026 ഏപ്രിൽ 20 മുതൽ 27 വരെയാണ് ഇക്കുറി തൃശ്ശൂർ പൂരം. അതായത് കൊല്ലവർഷം 1201 മേടമാസം 7-ാം തീയതി മുതൽ 14-ാം തീയതി വരെ. കേരളത്തിനകത്തും പുറത്തുമായി ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന മഹോത്സവങ്ങളിൽ പ്രധാനപ്പെട്ടതും പ്രശസ്തവുമായ ഒന്നാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും അതേപോലെ ഉത്സവക്രമവും ഒന്നറിഞ്ഞാലോ? കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ ആരംഭിച്ച ഈ ഉത്സവത്തിന് ഏകദേശം 2 നൂറ്റാണ്ടിൻ്റെ സമ്പന്നമായ പാരമ്പര്യമുണ്ട്. പൂരങ്ങളുടെ പൂരം എന്ന വിശേഷണത്തോടെ അറിയപ്പെടുന്ന ഈ ആഘോഷം കാണാൻ വിദേശ സഞ്ചാരികളടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ തൃശ്ശൂരിലേക്ക് എത്തുന്നു. മേടമാസത്തിൽ പൂര നക്ഷത്രവും വരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഉത്സവം നടത്തപ്പെടുന്നത്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ മേടമാസത്തിൽ അർദ്ധരാത്രിക്ക് ഉത്രം നക്ഷത്രം വരുന്നതിനും മുൻ ദിവസമാണ് പൂരം ആഘോഷിക്കുന്നത്. വടക്കുന്നാഥ ക്ഷേത്രം സാക്ഷിയാക്കി പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും പ്രധാന കേന്ദ്രങ്ങളായി പങ്കെടുക്കുന്നു. കൂടാതെ കണിമംഗലം, കാരമുക്ക്, ചൂരക്കോട്ടുകാവ്, നെയ്ത്തലക്കാവ്, ലാലൂർ, പനക്കപ്പള്ളി, അയ്യന്തോൾ, ചെമ്പൂക്കാവ് എന്നീ 8 ക്ഷേത്രങ്ങളുടെ ചെറുപൂരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ആനകളെ അണിനിരത്തി നടത്തുന്ന ഘോഷയാത്രകൾ, പഞ്ചവാദ്യം, മേളങ്ങൾ, ആനപ്പുറത്തെ മനോഹരമായ കുടമാറ്റം, പുലർച്ചെ നടക്കുന്ന വർണ്ണാഭമായ വെടിക്കെട്ട് എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. തിരുവമ്പാടി ഭഗവതിയുടെ പുറപ്പാട് എഴുന്നള്ളത്തോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ മടത്തിൽ വരവ്, പാറമേക്കാവിൻ്റെ പൂരപ്പുറപ്പാട്, ചെമ്പടമേളം, ഇലഞ്ഞിത്തറമേളം, കൂടിക്കാഴ്ച, സന്ധ്യാവെടിക്കെട്ട്, രാത്രിയിലെ പഞ്ചവാദ്യം, പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട്, പിറ്റേന്ന് പകൽപൂരം എന്നിവയായി തുടരുന്നു. അവസാനമായി ഉപചാരം ചൊല്ലി ചടങ്ങുകൾ സമാപിക്കുന്നു. ഇതോടൊപ്പം 50 വർഷത്തിലേറെയായി തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സഹകരണത്തോടെ പൂരം എക്സിബിഷനും സംഘടിപ്പിച്ചു വരുന്നു. വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. സമീപകാലത്ത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധികളും വിവാദങ്ങളും പൊതുജന ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം എന്താണെന്നറിയാം. ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഉത്സവമായി അറിയപ്പെട്ടിരുന്നത് ആറാട്ടുപുഴ പൂരമായിരുന്നു. വിവിധ പ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ അവിടെ എത്തിച്ചേരാറുണ്ടായിരുന്നു. ലോകത്തിലെ എല്ലാ ദേവതകളും ഈ പൂരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നായിരുന്നു വിശ്വാസം നിലനിന്നിരുന്നത്. എന്നാൽ 1796 പൂരത്തിനിടെ ഉണ്ടായ ശക്തമായ കാറ്റും മഴയും മൂലം പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകാവ്, നെയ്ത്തലക്കാവ്, കണിമംഗലം എന്നീ ക്ഷേത്രങ്ങളിലെ സംഘങ്ങൾക്ക് ആറാട്ടുപുഴയിലെത്താൻ കഴിഞ്ഞില്ല. ഈ കാരണത്താൽ അവരെ പൂരത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് ഭ്രഷ്ട് കൽപ്പിച്ചതായി പറയപ്പെടുന്നു. ഈ സംഭവം പറഞ്ഞ് കോപിതനായ കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാൻ വടക്കുന്നാഥ ക്ഷേത്രം ആസ്ഥാനമാക്കി അതേ വർഷം മേടമാസത്തിലെ പൂരനാളിൽ തൃശ്ശൂർ പൂരം ആരംഭിച്ചു. ഇന്നത്തെ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളും മുഖ്യ പങ്കാളികളും നഗരത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളായ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമാണ്. ഉത്സവം എങ്ങനെയാണെന്നറിയാം. തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള വടക്കുന്നാഥ ക്ഷേത്രവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള തേക്കിൻകാടും മൈതാനവും കേന്ദ്രമാക്കിയാണ് തൃശ്ശൂർ പൂരം ആഘോഷങ്ങൾ നടക്കുന്നത്. ഈ മഹോത്സവത്തിൽ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും പ്രതിനിധീകരിക്കുന്നത് ഭഗവതിമാർ പങ്കെടുക്കുന്നതായിട്ടാണ് കരുതപ്പെടുന്നത്. പ്രധാന പങ്കാളിത്തവും അവകാശങ്ങളും ഈ 2 വിഭാഗങ്ങൾക്കാണ്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകളിലൊന്നായ ബാലികാഭാവത്തിലുള്ള ബാലഭദ്രകാളിയാണ് പൂരത്തിൽ പങ്കെടുക്കുന്ന ഭഗവതിമാരിൽ ഒരാൾ. 8 ചെറുപൂരങ്ങൾ കൂടി ഉൾപ്പെടുന്ന മഹോത്സവമായിരുന്നാലും വടക്കുന്നാഥ ക്ഷേത്ര പരിസരത്തെ വഴികൾ ഉപയോഗിക്കുന്നതും വെടിക്കെട്ടും കുടമാറ്റവും നടത്തുന്നതും പ്രധാനമായും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങളാണ്. പൂരത്തിലെ പ്രധാന ആചാരങ്ങളായ ഇലഞ്ഞിത്തറ മേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം എന്നിവയെല്ലാം വടക്കുന്നാഥ ക്ഷേത്ര പരിസരത്താണ് നടക്കുന്നത്. പ്രധാന ദിനത്തിലെ ആഘോഷങ്ങൾ ചെറുപൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടെയാണ് ആരംഭിക്കുന്നത്. രാവിലെ 6:30 കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥനെ അഭിവാദ്യം ചെയ്ത് ആദ്യമെത്തും. തുടർന്ന് കാരമുക്ക്, ചൂരക്കോട്ടുകാവ്, നെയ്ത്തലക്കാവ്, ലാലൂർ, പനക്കപ്പള്ളി, അയ്യന്തോൾ, ചെമ്പൂക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ ദേവതകൾ ഒന്നൊന്നായി എത്തി ചെറുപൂരങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ ചെറുപൂരങ്ങളുടെ മറ്റൊരു പ്രത്യേകത അവർ അവരുടെ സ്വന്തം ക്ഷേത്രങ്ങളിലല്ലാതെ വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ തന്നെയാണ് ഇത് നടത്തുന്നത് എന്നുള്ളതാണ്.
കൂടാതെ അവയിൽ തന്ത്രപരമായ പൂജാക്രമങ്ങൾക്കും അതോടൊപ്പം ദൃശ്യശ്രവ്യമായ ആഘോഷങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. അതിനാൽ പൂരദിനം ഭക്തിക്കും ആഘോഷത്തിനും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു മനോഹര സാംസ്കാരിക വിരുന്നായി ഇത് മാറുന്നു. ഇതിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. പൂരാഘോഷങ്ങൾക്ക് ഒരാഴ്ച മുമ്പ് തന്നെ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നു. തന്ത്രി, മേൽശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ ശുദ്ധികലശം നടത്തി കൊടിയേറ്റത്തിന് മുന്നോടിയായി ക്ഷേത്ര പരിസരം ശുദ്ധീകരിക്കുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആശാരിമാർ നിർമ്മിക്കുന്ന കവുങ്ങാണ് കൊടിമരമായി ഉപയോഗിക്കുന്നത്. ഇത് നന്നായി ചെത്തി മിനുക്കി കൊടി കൈഘടിപ്പിച്ച് ആലിലയും മാവിലയും ചേർത്ത് അലങ്കരിക്കുന്നു. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ആർപ്പ് വിളികളോടുകൂടി കൊടിമരം ഏറ്റുവാങ്ങി നിശ്ചിത സ്ഥലത്ത് പ്രതിഷ്ഠിക്കുന്നു. തൃശൂർ പൂരത്തിൻ്റെ മുഖ്യ പങ്കാളികളായ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും ചില പ്രത്യേക അവകാശങ്ങൾ കൈവശം വെക്കുന്നു. പൂരവുമായി ബന്ധപ്പെട്ട് പന്തലുകൾ സ്ഥാപിക്കുന്നതും വെടിക്കെട്ടുകൾ സംഘടിപ്പിക്കുന്നതും പ്രധാനമായി ഇവരുടെ അധികാരപരിധിയിലാണ്. പ്രത്യേകിച്ച് പ്രദക്ഷിണപാതയിൽ പന്തലുകൾ ഉയർത്തുന്നതിനും വെടിക്കെട്ട് നടത്തുന്നതിനും ഇവർക്ക് മാത്രമേ അവകാശമുള്ളൂ. പഴയ കാലങ്ങളിൽ ഈ രണ്ട് വിഭാഗങ്ങൾക്കുമിടയിൽ ആനകളുടെ എണ്ണവും പന്തലുകളുടെ ഭംഗിയും സംബന്ധിച്ച് മത്സരം മൂലം തർക്കങ്ങളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും നന്നായി ഏകോപിപ്പിച്ച് ക്രമീകരിച്ചാണ് പൂരം നടത്തുന്നത്. പൂരത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കണിമംഗലം ധർമ്മശാസ്താവിൻ്റെ പൂരം എഴുന്നള്ളിപ്പോടെയാണ് വടക്കുംനാഥൻ കണി കണ്ടുണരുന്നത്. കണിമംഗലം ക്ഷേത്രത്തിൽ ഇവിടെ പ്രതിഷ്ഠ ധർമ്മശാസ്താവാണെങ്കിലും, അതായത് അയ്യപ്പൻ ആണെങ്കിലും, ദേവഗുരുവായ ബൃഹസ്പതിയുടെ ചൈതന്യം കൂടി ഉണ്ടെന്നൊരു സങ്കല്പമുണ്ട്. ശ്രീ വടക്കുംനാഥൻ്റെ സന്നിധിയിലേക്ക് പൂരവിശേഷവുമായി ആദ്യം ചുവടുവെക്കാനുള്ള അവകാശം ശാസ്താവിന് വിധി കൽപ്പിച്ച് നൽകിയിരിക്കുന്നു. വടക്കുംനാഥനെ വണങ്ങുകയും പ്രദക്ഷിണം വയ്ക്കുകയോ ചെയ്യാത്ത ഒരേ ഒരു ഘടകപൂരം ആണിത്. ദേവഗുരു ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരാചാരം. ആദ്യ പൂരത്തിനുമുണ്ട് പ്രത്യേകത. സാധാരണയായി തുറക്കാത്ത തെക്കേ ഗോപുരവാതിൽ തലേന്നേ തുറന്നിടുന്നു. വർഷം മുഴുവൻ അടഞ്ഞുകിടക്കുന്ന തെക്കേ ഗോപുരനട പൂരത്തിനോടനുബന്ധിച്ച് തുറക്കാനുള്ള അവകാശം തേത്തലക്കാവിലമ്മയ്ക്കാണ്. പൂരത്തിന് തലേന്നാണ് തെക്കേ ഗോപുരം തുറന്നു വെക്കുന്നത്. ഗ്രാമപ്രദക്ഷിണത്തോടെ വടക്കേ പ്രദക്ഷിണ വഴിയിലൂടെ എത്തുന്ന അമ്മ പ്രദക്ഷിണം വെച്ച് നൈക്കനാലിലെത്തുമ്പോൾ പൂരത്തിൻ്റെ ആദ്യ പാണ്ടി തുടങ്ങും. ശ്രീമൂലസ്ഥാനത്തെത്തുമ്പോൾ പാണ്ടി നിർത്തി തൃപ്പുടയാവും. തൃപ്പുടയോടുകൂടി ചുറ്റമ്പലത്തിൽ കടന്ന അമ്മ വടക്കുംനാഥനെ പ്രദക്ഷിണം വെച്ച് തെക്കേ ഗോപുരത്തിലെത്തുമ്പോൾ തൃപ്പുട മാറി ആചാരപ്രകാരമുള്ള കൊമ്പുപറ്റ് കുഴൽപ്പറ്റാവും. പിന്നെ നടപാണ്ടിയുമായി അമ്മ തെക്കേ നട തുറന്ന് തെക്കോട്ടിറങ്ങും. പൂര ദിവസം അവസാനം എത്തുന്ന ഘടകപൂരം ഇതാണ്. മറ്റ് ചെറുപൂരങ്ങളുമുണ്ട്. മറ്റു ചെറുപൂരങ്ങളുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിലായി വരാം. ഇത് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രധാന ഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചെറുപൂരങ്ങളുടെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.